ബാലുശ്ശേരിയിൽ ആ യുവതിയും കുട്ടിയും കാണാതായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ദിവസം മുമ്പ് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളും വേണ്ട ആ ഒരു വിഷയം ചെയ്തില്ല. എനിക്ക് 2-3 പേര് ഈ ഒരു റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്രോ ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റോ വല്ല ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അവളൊരു 13 പവൻ സ്വർണ്ണമായിട്ട് വേറൊരുത്തണ്ട് പോവുകയും ചെയ്തു. 28 വയസ്സേ ഉള്ളൂ. 8 വർഷം കൂടെ ജീവിച്ചവനെ വേണ്ടാന്നും പറഞ്ഞിട്ടിട്ട് പോയി. ഒരു കുഞ്ഞുണ്ട്, 7 വയസ്സാരം കുഞ്ഞിനെ കൊണ്ടാണ് പോവുകയും ചെയ്തത്. എടി നാണവും മാനവും ഉളുപ്പൊന്നുമില്ലേ നിനക്ക്? ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും നിന്റെ വീട്ടിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പറയുമ്പോൾ പൈസ അയച്ചിരുന്നു, ഫുഡിനും എല്ലാത്തിനും ഒരു കുറവുമില്ല. ഉടുക്കാൻ ഡ്രസ്സാണെങ്കിൽ പോലും. ഞാനൊരു കാര്യം, 5-6 മിനിറ്റോ അല്ലെങ്കിൽ പോട്ടെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ 1 മണിക്കൂർ സുഖത്തിന് വേണ്ടിയാണോ നീ ഒരു തോന്നിയ ദിവസം കാണിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ പുറത്ത് പോയി കഷ്ടപ്പെടുന്ന എന്തിനാണെങ്കിൽ അവിടെ പോകണം. അവിടെ പോയിരുന്നൊന്ന് കഷ്ടപ്പെട്ട് നോക്കണം. എല്ലാ സുഖങ്ങളും മുന്നിൽ കിട്ടുന്നതുകൊണ്ടാണ് നിന്നെ പോലുള്ളവന്മാർക്കൊക്കെ ഈ കിഴപ്പെന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ പോട്ടെ, നിന്റെ ഭർത്താവ് ഒരു ദുഷ്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വഞ്ചകനോ, അല്ലെങ്കിൽ വല്ല കൊട്ടേഷനോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഈ പറയുന്നിട്ട് എപ്പോഴും വീട്ടിൽ വന്ന് തല്ലും ഇടി തൊടി അങ്ങനത്തെ ടീമുകളോ ഒക്കെ ആണെങ്കിൽ പിന്നെയും പറയാം. അല്ലെങ്കിൽ പോട്ടെ, ആ സാഹചര്യം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനെങ്കിലും പറ്റും. ഒരു കുറവും വരുത്തുന്നുണ്ടോ? ചില ആൾക്കാരൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ചില അവന്മാരുണ്ട് വന്ന് ഭാര്യയെ കാണുന്നത് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം വന്നിട്ട് കാര്യം സാധിക്കുക. 5-10 മിനിറ്റ് അവൻ്റെ സുഖം മാത്രം കണ്ടിട്ട് പോവുക, അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി തരിക. ഇതുപോലെ കുറേ നാറുകളുണ്ട്. പോട്ടെ, അവന്മാരൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, ഇവൻ എന്ത് കുറവ് വരുത്തിയിട്ടുണ്ട്. ആ പാവം പിടിച്ചവൻ ലീവിന് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു. അദ്ദേഹം വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മിസ്സായെന്നും പറഞ്ഞുള്ള രീതിയിൽ. ആ വീഡിയോയിൽ അയാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ കുഞ്ഞിന് വേണ്ടിയാണ് അയാൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കൂടുതലും വിഷയം വന്നിരിക്കുന്നത് ഗൾഫിൽ പോകുന്നത് ഈ പറയുന്ന ഭർത്താക്കന്മാരുടെ കാര്യങ്ങളാണ് ചർച്ച. കൂടുതലും ഇപ്പം മുസ്ലിംസിൻ്റെ പേര് എടുത്തിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. മുസ്ലിംസാണ് കൂടുതൽ ഇങ്ങനെ പോകുന്നത്. നിന്നെപ്പോലുള്ളവന്മാരൊക്കെ എന്തെങ്കിലും കാണിച്ചാൽ അത് വളച്ചൊടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മുസ്ലിംസിലെ സ്ത്രീകൾ അങ്ങനെയാണെന്നാണോ നിൻ്റെയൊക്കെ വിചാരം? എൻ്റെ അറിവിൽ അങ്ങനല്ല. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ മുസ്ലിംസിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്, എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തികളൊക്കെ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇതുപോലുള്ള നിന്നെപ്പോലുള്ള ഒരുത്തി കാരണം ആ ഒരു സമുദായത്തിന് പോലും ചീത്തപ്പേരായിരിക്കുകയാണ്. കാരണം കൂടുതലും ഗൾഫിൽ പോകുന്ന മുസ്ലിംസാണ്. ഭാര്യമാരിവിടെ എന്താ പറയണ്ടേ, സൂചിച്ചങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് തോന്നുമ്പോൾ വല്ലവനെ കൊണ്ട് ഇറങ്ങിപ്പോൾ ഇതൊക്കെ കൊണ്ട് ആൾക്കാരിപ്പോൾ വേറെ രീതി വളച്ചൊടിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് ആ ഒരു സമുദായത്തിന് പോലും ചീത്തപ്പേര്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വെക്കാരം. ആദ്യം ഈ ഹസ്ബൻഡ് പറയുന്നത് കേൾക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബും കൂടെ ചെയ്തേക്കുക, ലൈക്ക് കൊടുത്തേക്കുക, ഈ വിഷയം പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇവിടെ പോലുള്ള ആൾമാരൊന്ന് സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഈ മുസ്ലിംസിനെ ഇതിൽ പിടിച്ചിടാതെ എല്ലാവരും കൂടെ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട്, അതിപ്പോൾ ഹിന്ദു അല്ല മുസ്ലിം അല്ല, ഇങ്ങനെയുള്ള ചില അവൾമാരുണ്ട്. വെറുതെ ഇതിൻ്റെ അടുത്ത് ജാതി കൊണ്ടിടരുത്. കുറേ ആൾക്കാർ ജാതി കൊണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എന്തായാലും ഞാനിവിടെ ബാക്കി വെച്ചുതരാം. വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കുന്ന വിശ്വാസമുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഓക്കെ, ഇനി ഇദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. എന്തായാലും ഭർത്താവ് പറയുന്നത് കേട്ടില്ലേ, മകനെ കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അദ്ദേഹം വേദന കൊണ്ട് തന്നെയാണ് പറയുന്നത്. അയാൾക്കറിയാം അവൾ ഇന്ന ആളുടെ കൂടെ പോയെന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. 7-9 ദിവസമായി പോയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞിനെ കൊണ്ട്. എന്തായാലും വേണ്ട, ഇദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വേണം കേട്ടോ. ഇതില ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യ മക്കളെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. ഓക്കെ, കണ്ടല്ലേ, ഒരു ഭാര്യയും 3 മക്കളുള്ള. ഞാൻ ആലോചിക്കും, ഇവളുമാരൊക്കെ ഇത്രയും മണ്ടികളാണോന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. അവനൊരു ഭാര്യയും 3 മക്കളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതിനെയും കൂടെ വലിച്ചുകൊണ്ട് ചെല്ലാന്നൊക്കെ പറയുമ്പോൾ നിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ ഇങ്ങനെ ഞാൻ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഈ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് ചെറുപ്രായത്തിൽ പിള്ളേരുടെ ഇഷ്ടത്തിനല്ല കെട്ടിച്ചു വിടുന്നത്, അതുകൊണ്ടാണ് അവന്മാരെ തോന്നി പോലെ പോകുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇപ്പം കാലം ഒരുപാട് മാറി. നിങ്ങൾക്ക് എപ്പോൾ കെട്ടണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ കെട്ടാൻ നോക്കുക, അത്രേ ഉള്ളൂ. അല്ല വെറുതെ ആവശ്യമില്ലാത്ത ഇപ്പം ഇതുപോലുള്ള ചെറിയ പോയിന്റ് വെച്ചിട്ടാണ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിംസിനെ തമ്മിലടുപ്പിക്കാൻ ചില ആൾക്കാർ നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുസ്ലിംസിനെ നാണം കെടുത്താൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സ്ത്രീ കാരണം ഈ മൊത്തം സ്ത്രീകൾക്കും കൂടെ ചീത്തപ്പേരാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ചില ആൾക്കാർ.
ഓക്കെ, ഈ ഒരു വീഡിയോ ആണ്. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പൊ ഇതെന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ സ്റ്റഡി ചെയ്യാൻ മാത്രമായിട്ട് എന്താണ് ബ്രോ പറയട്ടെ. ആഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള എന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസ് ഒന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. പൊട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മാറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ് കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എന്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പൊ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഓക്കെ, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. കുഞ്ഞിനെ വിട്ടുകൊടുക്കണം. ഇനി കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും എനിക്ക് കോടതി കേസ് കൊടുക്കുമ്പോൾ നഷ്ടപരിഹാരം അതങ്ങനെയാണല്ലോ. ഈ പെണ്ണുങ്ങൾ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ മെയിൻ കാര്യം അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. ഉള്ളത് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ഊറ്റിയെടുക്കാൻ നോക്കുന്ന കുറേ ടീമുകളുണ്ട്. അതിലോട്ടൊക്കെ വരാൻ ബാക്കിയും കൂടെ വെക്കാം. ഇവര് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവര് നാട്ടിൽ തന്നെ ഉണ്ട്. ഇവര് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവര് തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ജീവിക്കാനെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലയം ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴാക്കും ഇടയ്ക്ക് 3ാമത് ഒരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ചില ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് സൂക്ഷ്യം കണ്ട് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും. പോയുള്ള വള്ളിയിലൊക്കെ പോയി ചാടുകയൊക്കെ ചെയ്യും. സത്യസന്ധമായിട്ട് പറയാം, ഈ ഒരു കാലത്ത് ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയില്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുത്തൻ്റെ പൈസ മേടിച്ചിട്ട്, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പൈസ മേടിച്ചിട്ട് അത്യാവശ്യമാണെന്നും പറഞ്ഞിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോവുക. കറങ്ങിയെല്ലാം കഴിയുമ്പോൾ ഉള്ള വള്ളികളെല്ലാം പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും. അവസാനം പരിഹരിക്കാനോ നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണത്തുള്ളൂ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇത് കുറച്ച് നാൾ പോകത്തില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതും അടിച്ചു വരും. എന്നിട്ട് അടുത്ത അവൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഓരോ തോൾമാർ. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങി പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു പങ്കുമാരേക്കും വിവാഹിതരായ ആളുകൾ. അപ്പൊ അത്രയും വലിയ ആവേശവും കെയറിങ്ങും കൊടുക്കുന്ന ആൾ എന്താണ് ഇവന്റെ ഭാര്യക്ക് കൊടുക്കാത്തത്? ഇവന്റെ മക്കൾക്ക് ഈ കെയറിങ്ങും സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ വേറൊരുത്തന്റെ ഭാര്യയോട് ഈ സ്നേഹം പരിഗണനയും കൊടുക്കുന്നതിന് നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് അവന്റെ കൂടെ ഇറങ്ങിപ്പോണത്? ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ എന്റെ പൊന്ന ചേട്ടാ, ഈ ഒരു കാലത്തിന് സ്വന്തം സുഖം മാത്രമേ ആൾക്കാർ നോക്കാറുള്ളൂ. സ്വന്തം സുഖം മാത്രം നോക്കി അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണെങ്കിലും കടിച്ചു പിടിച്ച് എൻ്റെ കുഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് വരെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവൾക്കൊക്കെ അഹങ്കാരമാണ് കേട്ടോ. ഇവർക്ക് ഒരു കുറവും വരുത്തുന്നില്ല. എല്ലാം മുന്നിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ശാശ്വതമായ സന്തോഷം വർക്കത്തും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണതുള്ളൂ. ബാക്കിയൊക്കെ അവനവന്റെ ലൈഫിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാകത്തേക്ക് ചാടുന്ന അവസ്ഥല്ലേ? ഇത്ര നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാള് വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്ന ഒരു നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതൊരു മതത്തിനെ കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാല് വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും കൊല്ലം പിന്നതും മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പൊ ഇതെന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുത് ചേട്ടാ. അത് പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഉള്ള കാര്യം ഞാൻ പറയാലോ. ആവാതിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു 100-ൽ ഒരു 10% സ്ത്രീകളുണ്ട് നല്ല രീതിയിൽ പോകുന്നത്, അവർക്കും കൂടെ ഒരു മോശപ്പേരാണ്. പറഞ്ഞു മനസ്സിലായോ? ചില ആണുങ്ങൾ ഇത് മനസ്സിലാക്കും, ഓഹോ മലപ്പുറം അല്ലെങ്കിൽ കൊല്ലം അവിടെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെയാണ്, അവൾമാരൊക്കെ ഇങ്ങനെയാണ്, അപ്പോൾ ഒന്ന് മുട്ടിക്കളയാം, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ അങ്ങനെ ചിന്തിച്ച് ഒരാളുടെ ജീവിതം നശിപ്പിച്ചാലോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മലയാളികൾക്ക് നാവ് കൊണ്ട് വീഴ്ത്താൻ പറ്റുന്നൊരു കഴിവുണ്ട്. ഞാനുള്ള കാര്യമാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോണത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിലൊന്ന് ബലം കുറയും. ഞാൻ എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവര് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവും ജിസിൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാര്യമായ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്, ആ ഭാര്യയുടെ ശാപം തന്നെ പോലെ നിങ്ങളുടെ ലൈഫ് തകരാൻ നോക്കാച്ചു. അയാളുടെ ഭാര്യ ആ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണപ്പോ എന്നിട്ട് കടന്നു വരും, മക്കളെ ഞാൻ നിങ്ങളെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഒരു ഭർത്താവിന് 2ാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പൊ അതൊന്നും വലിയ വിഷയം. ഇതൊരു നൈമിഷികമായ ഒരു സുഖമാണ്. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റിൽ അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷെ ഇത് കാര്യത്തോടെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ഉണ്ടാവില്ലേ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും, അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് തിന്നു കണ്ട് കഴിഞ്ഞാലേ 1 മണിക്കൂർ കണ്ട് കഴിഞ്ഞാല് ആ സാധനം കാഷ്ടമായിട്ടാണ് കൊണ്ടിരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. ഇത് തിന്നുമ്പോഴും അതിങ്ങനെ പുറത്തേക്ക് കാണുമ്പോ മന്തി ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ അത് കാണാനൊരു രസമാണ്. അത് ഇങ്ങോട്ട് തിന്നുമ്പോ ഭയങ്കരമായിട്ടുള്ള അനുഭൂതിയാണ്. തീറ്റ കണ്ട് കഴിഞ്ഞാൽ ലേശം കൊണ്ട് ഓവറായാലും വയറൊക്കെ വേദന ആയാലും തിന്ന ലേശം കൂടിപ്പോയോ. ഇത് തിന്നലി കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. അത് വേസ്റ്റായിട്ട് വൃത്തികേടായിട്ട് മണമായിട്ട് വൃത്തികെട്ട മണം. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ആള് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേര് ഭാര്യ ഇങ്ങനെ പോയി, ഒരു മൊയിലേര് ഭാര്യ മൊയിലേര് കാര്യം നോക്കൊന്നുമില്ല. മൊയിലേര് വേറെ മലേഷ്യയിലൊക്കെ പോയിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. അപ്പൊ അവൻ ഭാര്യ ഇവിടെ ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ തോന്നിയത് വേറൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അയാൾ പറഞ്ഞു നിങ്ങളെ മോനും നിന്നെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ വേറെ മതക്കാരനായിരുന്നു. എന്നിട്ട് പോലും സമൂഹത്തിന്റെ ചോദ്യങ്ങളെയൊക്കെ ഭയന്നിട്ട് അവർ മാറിയിരുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്തു? അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇന്ന് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു, ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്. ഇനി ഭർത്താക്കന്മാരോടാണ് ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ വീടോ സ്വർണ്ണോ ആഭരണോ ഒന്നുമല്ല. അവർക്ക് ചില ഭാര്യമാർക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പൊ ഒരു സെക്സും അല്ല ഇത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. 3 തരം സ്ത്രീകളുണ്ട്. ആ 3 തരം സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് ആണുങ്ങൾ പഠിക്കണം. ഇന്ത്യ ഭാരതത്തിൽ ഏതാണ്? ഇന്ത്യ ഭാര്യ അവർക്ക് കിട്ടേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിൽ ഒരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചില മണ്ടന്മാരായ ആണുങ്ങളുടെ വിചാരം അവൾക്ക് നല്ല സെക്സിന്റെ കുറവാണ്, മണ്ണാകട്ടാണ്, അവൾ കാണുന്നത് ഇതിന് മേഖല റേപ്പായിട്ടാണ് കാണാം. ചില ആളുകൾ അവൾക്ക് നല്ല കാശിന് നല്ല കാറും തൊക്കെ, അവൾക്ക് കാറും സൗകര്യങ്ങളും വീടൊന്നും അല്ല ആവശ്യം. അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതിനാദ്യങ്ങൾ ഈ ഭാര്യമാരെ മനസ്സൊന്നറിയാം. ഓക്കെ, ചേട്ടൻ പറയുന്നതും കാര്യമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എന്തായാലും സ്ത്രീകളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലും ഒന്നിൻ്റെയും തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. നമ്മൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളൊക്കെ. മനസ്സിലാക്കാന്നെങ്കിൽ മനസ്സിലാക്കുന്നുള്ള രീതിയിലാണ്. അവർക്ക് ഇപ്പം കാണുന്നതല്ല, പിന്നെ കാണുന്നില്ല ഇപ്പം. കാരണം ഒരിക്കലും പിടികിട്ടാത്തൊരു വസ്തുക്കളാണ് ചില ആൾക്കാരെ കേട്ടോ ഞാനീ പറയുന്നത്. നമ്മുടെ ലൈഫിലൊക്കെ ചില അനുഭവങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും ആ ചേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ നല്ലൊരു ജീവിതം ജീവിക്കട്ടെ. എന്തായാലും ഇവളെന്തായാലും അനുഭവിക്കും. പുള്ളിയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. അവൾ പോയി 13 പവനും സ്വർണ്ണമായിട്ട് പോയി, കൊച്ചുമായിട്ട് പോയി. ആ കൊച്ചിനെങ്കിലും തന്ത ഏൽപ്പിച്ചാൽ അത്രയും നല്ലത്. അത്രയും ഞാനിപ്പോൾ പറയുന്നുണ്ട്. കൊണ്ടുപോകാൻ അവന് 3 കുട്ടികളും ഉണ്ട്, ഒരു ഭാര്യയുണ്ട്. അവിടെ നാണവമാനം ഇല്ലാത്തവനെ നീ ഗതി പിടിക്കുമെന്ന് എനിക്ക് തോന്നില്ലടാ. ബൈ, ലവ് യു ഓൾ ഗൈസ്.